1998 അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്യുന്നത് ഇ.കെ. നായനാരുടെ സർക്കാർ ഭരിക്കുമ്പോഴാണ്. തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസിന് ഇവിടെ ഇ.കെ. നായനാർ, അത് ജേക്കബ് തോമസ് ആയിരുന്നു കൺസേൺഡ് പോലീസ് ഉദ്യോഗസ്ഥൻ, അവിടെ കലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കോഴിക്കോട്ടേക്ക് രാത്രി കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് തമിഴ്നാട്ടിൽ കൈമാറുകയാണ് ചെയ്യുന്നത്. അത് തന്റെ സർക്കാരിന്റെ അഭിമാന നേട്ടമാണെന്നാണ് ഇ.കെ. നായനാർ പറഞ്ഞത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു ഭീകരവാദി അത്രയും കാര്യക്ഷമമായി പിടിക്കാൻ സാധിച്ചത് അതിന്റെ വിരോധത്തിൽ 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പിന്തുണ കൊടുക്കുകയാണ് PDP ചെയ്തത്. ഇടതുപക്ഷം തങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് PDP ഭീകരവാദ സംഘടനയാണെന്നും അബ്ദുൽ നാസർ മദനി തീവ്രവാദിയാണെന്നായിരുന്നു ഇടതുപക്ഷത്തിന്റെ നിലപാട്. പിന്നീട് എങ്ങനെയാണ് 2006 ശേഷം പെട്ടെന്ന് PDP പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരായത്? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ലഷ്കർ ഇ തോയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറായിരുന്ന തടിയന്നൂട് നസീർ, അയാൾ ഭീകരപ്രവർത്തനത്തിലേക്ക് വന്നത് ISS-ലൂടെയാണ്, അബ്ദുൽ നാസർ മദനിയുടെ ഇൻഡോക്ട്രിനേഷനിലൂടെയാണ് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കേസിൽ സൂഫിയ മദനി, കളമശ്ശേരി ബസ് എത്തിക്കൽ കേസിൽ മദനിയുടെ ഭാര്യയും പ്രതിയായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതിന് ഏതെങ്കിലും ഇവർ തള്ളി പറഞ്ഞിട്ടുണ്ടോ? 2008 ബാംഗ്ലൂർ ബ്ലാസ്റ്റ് കേസിനെ ഇവർ തള്ളി പറഞ്ഞിട്ടുണ്ടോ? കളമശ്ശേരി ബസ് എത്തിക്കൽ സംഭവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? കോയമ്പത്തൂർ ബ്ലാസ്റ്റിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? പൂന്ത്ര കലാപത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? വർഗീയ പ്രചരണങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ പേരിൽ നാട്ടിൽ നടത്തിയിട്ടുള്ള സംഘർഷങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാതെ ഇവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ തീരുമാനിക്കും. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാം?